നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് GCD കോയിൻ ആൻഡ് ക്രിപ്റ്റോ കറൻസി. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നും ശശികുമാർ സാറാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. GCD കോയിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്തേ. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ GCD കോയിനെക്കുറിച്ച്, ടോക്കണെക്കുറിച്ച്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്നുള്ള രീതിയിലാണ്. എൻ്റെ പേര് ശശികുമാർ ശങ്കരൻ. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ ചുനക്കര വില്ലേജിൽ കരിമളയ്ക്കൽ വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ UK-യിലാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിൽ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് എന്തോ കള്ളമാണ്, ചതിയാണ്, വഞ്ചനയുള്ളതാണ്, അതിലങ്ങ് പോയി ചാടരുത് എന്നൊക്കെയാണ് നല്ലൊരു ശതമാനം ആൾക്കാർ പറയുന്നത്. ശരിക്കും എന്താണ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് എൻ്റെ ഒരു അറിവ് അനുസരിച്ച് ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് സാമ്പത്തിക ഇടപാടുകൾക്ക് കൂടുതൽ വേഗതയും സൗകര്യങ്ങളും സുരക്ഷിതവും വിശ്വാസ്യതയും ഉണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യനാൽ ഒപ്റ്റിമൈസ് ചെയ്ത പുതിയ കാലത്തിൻ്റെ പുതിയ രൂപത്തിലുള്ള ഒരു ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. അവയ്ക്ക് രൂപങ്ങളോ ഭാവങ്ങളോ സ്പർശനശേഷിയോ ഒന്നുമില്ലാത്ത ഒരു ഡിജിറ്റൽ കറൻസി. ഇതൊന്നുമില്ലാത്ത രൂപങ്ങളും ഭാവങ്ങളും ഇതൊന്നും ഇല്ലാത്തത് തന്നെയാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത. 2009 ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി റിലീസ് ചെയ്തു. അതിൻ്റെ പേര് ബിറ്റ്കോയിൻ. ആ ബിറ്റ്കോയിൻ്റെ വില എന്ന് പറഞ്ഞാൽ അന്ന് 2009 റിലീസ് ചെയ്യുന്ന സമയത്ത് 0 വാല്യൂ ആണ്. അതായത് വളരെ തുച്ഛമായ പൈസയോ മറ്റോ ആണ് അന്നത്തെ അതിൻ്റെ വാല്യൂ. ഞാനിത് അറിയുന്നത് ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ജോലി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഒരു 2010, 11, 12, 13 കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ അന്ന് 6 രൂപ 67 പൈസ ആണ് അതിൻ്റെ വാല്യൂ. അന്ന് അറിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ കള്ളമാണ്, ചതിയാണ്, അത് ശരിയല്ല, അതിലൊന്നും പോയി ചാടണ്ട, പൈസ കളയണ്ട എന്നുള്ള പല അഭിപ്രായങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ വരികയും അത് വിട്ടുപോവുകയും ചെയ്തു. എന്നല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അത്രയും അറിവുള്ളൂ, കൂടുതൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ പൊതുവെയുള്ള സംസാരം ഈ രീതിയിലൊക്കെ ആയതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതില്ല. അന്ന് 6 രൂപ 67 പൈസ ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരു 100 കോയിൻ ഒന്ന് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താകുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇന്നതിൻ്റെ ബിറ്റ്കോയിൻ്റെ ഇന്നൊരു കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ മാർക്കറ്റിൽ നോക്കിയപ്പോൾ 66,450, 500 ആ രീതിയിൽ നിൽക്കുന്ന ഡോളർ വാല്യൂ ആണ്. $66,450 അല്ലെങ്കിൽ $500 ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അന്ന് ഞാനൊരു 100 കോയിൻ പോട്ടെ, ഒരു 10 കോയിനെങ്കിലും അന്ന് എടുത്തു വെച്ചിരുന്നെങ്കിൽ ഈ 66,000 നിരക്ക് അതിന് മേലോട്ടുള്ള പോട്ടെ $66,000 ഇൻറ്റു 10 കോയിൻ അല്ലെങ്കിൽ ഒരു 100 കോയിൻ എടുത്തു വെച്ചാൽ 100 ഇൻറ്റു
GCD ടോക്കൺ എടുക്കുന്ന സമയത്ത് ഞാൻ അടച്ചത് 85 രൂപ വെച്ചാണ്. $1 85 രൂപ വെച്ചാണ് അടച്ചത്, ഏകദേശം 85 അടുത്ത്. അപ്പോൾ ഇൻറ്റു 85, അപ്പം 66,000 ഇൻറ്റു 100 ഇൻറ്റു 85 എത്ര കോടി രൂപയാണെന്ന് ഒന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ ആ മണ്ടത്തരം ഇനി നമുക്ക് പറ്റാൻ പാടില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് അംഗമാക്കുകയും അതിനോടൊപ്പം തന്നെ ഇത് അറിയാത്ത ആൾക്കാരോട് നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിച്ച് നമ്മുടെ ഇതിനകത്തിൽ ഈ സിസ്റ്റം അനുസരിച്ച് വരുന്ന ഒരു 20 കോയിനെങ്കിലും 20 ടോക്കണെങ്കിലും കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. ഇപ്പം ഞങ്ങൾ ദൂരെ താമസിക്കുന്ന ഞങ്ങൾക്ക് ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കമ്പനിയോട് പ്രത്യേകത പറയുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ ലാൻഡ്സ്കേപ്പിൽ തന്നെ ആദ്യമായിട്ട് 10 ഫിസിക്കൽ പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് വിപ്ലവം സൃഷ്ടിക്കുകയാണ് നമ്മുടെ ചെയർമാൻ. GCD ഇൻകോ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ചന്ദ്രനെയും സൂര്യനെയും വരെ പഠനങ്ങൾ നടത്തി നമ്മൾ പുരോഗമന പാതയിലാണ്. ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്നു, സൂര്യനെക്കുറിച്ച് പഠിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പുരോഗമനമായിട്ട് ഭയങ്കര മുന്നേറ്റത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇതിൽ അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ നമ്മുടെ ജയകുമാർ സാർ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. എനിക്കത് വളരെ മനസ്സിൽ തട്ടിയിട്ടുള്ളൊരു പ്രസ്താവന. അദ്ദേഹം പറയുന്നത്, എൻ്റെ പഠനം ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാം എന്നാണ്. അപ്പോൾ അദ്ദേഹം ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. എൻ്റെ പഠനം ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സൂര്യനെക്കുറിച്ച് പഠിക്കുന്നു, ചന്ദ്രനെക്കുറിച്ച് പഠിക്കും. എങ്കിൽ തന്നെ ഇതെല്ലാം പുരോഗമനപരമായിട്ട് വളരെ മുന്നിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നുണ്ടെങ്കിലും നമ്മളെ ജനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒന്നിനൊന്നിന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള സമയം മൊത്തം കളഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സ് കാണിച്ച നമ്മുടെ ജയകുമാർ സാറിനെ എത്ര പുകഴ്ത്തിയാലും മതിവരില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹത്തോട് നമുക്ക് വളരെ ഉണ്ടാവണം. വളരെ കടപ്പെട്ടിരിക്കുന്നതാണ് അദ്ദേഹത്തോട് അത് നമ്മളെല്ലാവരും എപ്പോഴും അത് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന ഒക്കെ അത് 100% അത് ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം 10 പ്രോജക്റ്റ് അദ്ദേഹം ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അത് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ കൊണ്ടുവരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ്, ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്, മാനുഫാക്ചർ, മീഡിയ, ഫിലിം ഇൻഡസ്ട്രി, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി, അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്, മാനുഫാക്ചർ യൂണിറ്റ്, ഇൻഡസ്ട്രി, ട്രാവൽ ആൻഡ് ടൂറിസം, ഹെൽത്ത് ആൻഡ് കെയർ, വേൾഡ് വൈഡ് ബിസിനസ് എക്സ്പാൻഷൻ, അങ്ങനെ ഈ സമൂഹത്തിൽ വരേണ്ട എല്ലാ ഘടകങ്ങളെയും ഒത്തിണക്കിക്കൊണ്ട് ഒരു മാലയിൽ കോർക്കത്തക്ക രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള 10 പ്രോജക്റ്റ് മനുഷ്യൻ്റെ എല്ലാ കാലാവസ്ഥ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ആലോചിച്ച് ചിന്തിച്ചെടുത്തിരിക്കുന്ന പ്രോഗ്രാംസാണ് ഇതെല്ലാം. അത് നിസ്സാരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമല്ല. ഓരോ വർഷത്തെയും നമ്മൾ എടുക്കേണ്ട പ്രോഗ്രാം 10 പ്രോജക്റ്റ് വളരെ കൃത്യമായിട്ട് 10 എണ്ണമാണ് അദ്ദേഹം എണ്ണി പറയുകയാണ്. ഓരോ വർഷവും ഏതെല്ലാം നടത്തണം എന്നുവരെ വളരെ കൃത്യമായിട്ട് വളരെ വളരെ ആലോചിച്ച് ചിന്തിച്ചെടുത്തിരിക്കുന്ന ചില പ്രോഗ്രാംസൊക്കെയാണ്. അത് നിസ്സാരമായിട്ടൊന്നും കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. അപ്പോൾ നമ്മളെല്ലാവരും
അതിനെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് നിസ്സാരമായിട്ട് കാണാതെ ആരും തന്നെ അങ്ങനെ കണ്ട് പോകരുത്. അത് അങ്ങനെ ചെയ്താൽ നമുക്ക് തന്നെ നമുക്കത് ദോഷമായിട്ട് മാറും. നമ്മൾ എന്തിന് ആണ് ഇതിന് ചേർന്നിരിക്കുന്നത്? ആ ഒരു കാര്യങ്ങൾ നമുക്ക് 100% വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ മെമ്പറായിട്ടുള്ള എല്ലാ ആൾക്കാരും സ്വയം അറിഞ്ഞ് പ്രവർത്തിച്ച് ആൾക്കാരെ എന്ന് കയറി നമ്മൾ ആരെയും കമ്പല് ചെയ്ത് അദ്ദേഹം തന്നെ പിന്നെ ചെയർമാൻ തന്നെ പറയുന്നുണ്ട് ഒരാളെയും നമ്മൾ കമ്പല് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമല്ല. നിങ്ങൾ അവരോട് സംസാരിക്കുക. നമ്മൾ ഓരോരുത്തരും പറ്റുന്ന രീതിയിൽ പിന്നെ ഇപ്പം സ്ഥലത്തില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫോണിലൂടെയൊക്കെ പറ്റുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരെ നമ്മൾ ഇതിലേക്ക് പിന്നെ കമ്പൽ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പറയുക ഇങ്ങനെ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേരുക. അങ്ങനെ നമ്മളൊരു 2 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ കാര്യങ്ങൾ പഠിക്കാൻ നോക്കും, അവരതിലേക്ക് വരികയും ചെയ്യും. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ക്രിപ്റ്റോയിൻ്റെ സ്ഥിതി. നമ്മളെ സംബന്ധിച്ചോളം ഈ GCD ടോക്കണെ സംബന്ധിച്ചോളം ഈ ക്രിപ്റ്റോ കറൻസിയുടെ പ്രാധാന്യം ഏറി വരുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും ചെറുപ്പക്കാർ ഒക്കെ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയും പല ആൾക്കാരും ഇന്ന് പഴയതിനേക്കാൾ കൂടുതൽ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആണ് നമ്മൾ ഈ GCD ടോക്കൺ റിലീസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ സാഹചര്യം നമ്മൾ മാക്സിമം ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ GCD ടോക്കണിൻ്റെ ഫൗണ്ടറും CEO-യും ആയ ശ്രീ PK ജയകുമാർ സാർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ നമ്മളോടൊപ്പം താമസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഈ ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അവരാരാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. ഏതാണ്ട് 100% ആൾക്കാർ, വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ ഈ ബിസിനസ് നടത്തിക്കൊണ്ടുവരുന്നത്. വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഗുജറാത്തിലൊരാൾ ഇതുപോലെ GCD ടോക്കൺ നടത്തുന്നുണ്ട്. GCD അല്ല, അവരൊരു ക്രിപ്റ്റോ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെ 1-2 പേരൊക്കെ ഉള്ളൂ. അത്രയ്ക്ക് വളരെ എണ്ണപ്പെട്ട ആൾക്കാർ മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളൂ. ബാക്കിയെല്ലാം ഫോറിൻ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പം നമുക്ക് നമ്മുടെ മുറ്റത്ത്, നമ്മുടെ അടുത്ത് നമുക്ക് പെട്ടെന്ന് പോയി കണ്ട് സംസാരിക്കാവുന്ന സാഹചര്യമുള്ള ഒരു വ്യക്തി നമ്മുടെ ഇതിൻ്റെ ഒരു ഫൗണ്ടറാവെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വളരെ ബഹുമാനമുള്ളതും വളരെ അഭിമാനം പുലർത്താവുന്ന ഒരു കാര്യമാണ്. അത് നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. UK ലൈസൻസിൽ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇൻകോർപ്പറേറ്റഡ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മുടെ ഈ കമ്പനിയുടെ പേര്. ഈ കമ്പനിയുടെ പ്രോഡക്റ്റാണ് നമ്മുടെ GCD ടോക്കൺ എന്ന് പറയുന്നത്. കമ്പനിയുടെ ഉദ്ഘാടനം 2023 നവംബർ 15 കൊച്ചിയിൽ വെച്ച് മുൻ MLA പ്രൊഫസർ AV താമരാക്ഷൻ അവരുടെ അധ്യക്ഷതയിൽ നടക്കുകയുണ്ടായി. നമ്മുടെ ഈ ഒരു കറൻസി എന്ന് പറയുന്നത്, ആ ഒരു കറൻസി ഒരു ടോക്കണായിട്ട് മാത്രം നമ്മൾ കൂട്ടരുത്. നമുക്കതിനകത്തിൽ വളരെ പ്രധാനപ്പെട്ട പല ഘടകങ്ങളും അതിനകത്ത് അടങ്ങുന്നുണ്ട്. ഒന്ന്, ജനങ്ങളുടെ വിശ്വാസ്യത, ചടുലമായ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയൊക്കെ രൂപകൽപ്പന ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലാണ്. ആ രൂപകൽപ്പന ചെയ്ത് സമഗ്രമായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ആണ് GCD ഇൻകോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മളത് പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ രീതിയിലൊക്കെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്
എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുതന്നെ ബ്ലോക്ക് ചെയിനിൽ സ്മാർട്ട് ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഇക്കോ സിസ്റ്റത്തിലാണ് നമ്മുടെ ഈ GCD കമ്പനി വർക്ക് ചെയ്യുന്നത്. ഏതാണ്ട് 24 മാസം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റം, വികേന്ദ്രീകരണം, സ്മാർട്ട് കരാർ, മെച്ചപ്പെട്ട സുരക്ഷാ ഇടപാടുകൾ, ഉപഭോക്താക്കൾക്ക് പൂർണ്ണ നിയന്ത്രണം, സ്കേലബിലിറ്റി, ഇവയെല്ലാം കമ്പനിയുടെ പ്രത്യേകതകളാണ്. അപ്പം സാധാരണ ഒരു കമ്പനി പോലെയല്ല നമുക്ക്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ഇവയെല്ലാം ഈ സാധാരണ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവരെ എടുക്കേണ്ട ഒരു ചുമതല നമുക്കിതിനകത്ത് ഓരോരുത്തർക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല ഇത്. വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിൻ്റെ ഓരോ പോയിന്റുകൾ നമ്മൾ ആഴമായിട്ട് ചിന്തിച്ച് കണ്ടെത്തി അത് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ച് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണാതെ നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് സ്റ്റഡി ചെയ്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ആരെയും കമ്പൽ ചെയ്യാതെ തന്നെ സ്വയം ആൾക്കാർ ഇതിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന 10 ഫിസിക്കൽ പ്രോജക്റ്റുകൾ 10 വർഷം കൊണ്ട് നടപ്പാക്കി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഒരു നിശ്ചിത ശതമാനം GCD ടോക്കൺ എടുക്കുന്ന അംഗങ്ങൾക്കും ഒരു നിശ്ചിത ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നീക്കിവെച്ചിരിക്കുകയാണ്. നിസ്സാര കാര്യമല്ലത്. അതുപോലെ തന്നെ നൂതനമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഏതൊരു സാധാരണക്കാരെയും കൂടി പങ്കാളി ആകത്തക്ക വിധത്തിൽ കുറഞ്ഞത് 1700 രൂപയ്ക്ക് 20 ടോക്കണെങ്കിലും എടുത്ത് തൻ്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കി കൊടുക്കുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്, അഥവാ നമ്മുടെ കമ്പനിക്കുള്ളത്. ഒരു 1700 രൂപയെങ്കിലും കൊണ്ട് 20 ടോക്കണെങ്കിലും എടുപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ ചെയ്യുമ്പോൾ അത് അവരുടെ ആ ഫാമിലിക്ക് തന്നെ അതിൻ്റെ ഗുണം കിട്ടുകയും അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. അതുപോലെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് പോലുള്ള വേൾഡ് മോസ്റ്റ് ട്രസ്റ്റഡ് ക്രിപ്റ്റോ കറൻസി ട്രാക്കർ ആ കമ്പനിയുമായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു. നമ്മൾ ആ കമ്പനിയുമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടോക്കണിൻ്റെ വാല്യൂ വളരെ പെട്ടെന്ന് ഹൈ ആകാൻ ചാൻസ് ഉണ്ട്. 1000-ങ്ങളോ 10,000-ങ്ങളോ ലക്ഷങ്ങളോ ഒക്കെ വരാൻ ചാൻസ് ഉള്ള, കാരണം അത്രമാത്രം വ്യൂസുള്ള മെമ്പേഴ്സുള്ള ഒരു കമ്പനിയാണ് ഈ പറഞ്ഞ മോസ്റ്റ് ട്രസ്റ്റ് ക്രിപ്റ്റോ കറൻസി ട്രാക്കർ എന്ന് പറയുന്നത്. അതെ, കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ഏജൻസി വേൾഡിൽ വളരെ പാർട്ടിസിപ്പേറ്റുള്ള ഒരു കമ്പനിയാണ്. അവരോട്ടൊക്കെ നമ്മൾ യോജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അത് വളരെ ഹൈ ആയിട്ട് നമ്മുടെ ടോക്കണിൻ്റെ വാല്യൂ കൂടാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മളതിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോക്കണിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുപോലെ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാനും പറ്റത്തില്ല. നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാലും നമുക്കത് നഷ്ടമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ മാക്സിമം ആൾക്കാരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു 20 ടോക്കണെങ്കിലും എടുപ്പിക്കത്തക്ക രീതിയിൽ മാക്സിമം ആൾക്കാരെ നമ്മുടെ ഓരോ വാർഡ് എനിക്ക് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്ന ഒരു ആശയം എന്ന് പറഞ്ഞത്, നമ്മൾ പഞ്ചായത്ത് ബേസിൽ തന്നെ നമ്മൾ ഓരോരുത്തരെ കാണുക. പഞ്ചായത്ത് ബേസിൽ ഒരു ലീഡറെ കണ്ടുകൊണ്ട് ആ ലീഡറിൻ്റെ അണ്ടറിൽ പഞ്ചായത്തിൽ
ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അത് ഡിസ്ട്രിക്ട് ബേസിലുള്ള ആൾക്കാർ, എൻ്റെ ഒരു അഭിപ്രായമാണ്, ഞാൻ അതിനകത്ത് വേറൊരു ഇതായിട്ട് പറയല്ല. ഡിസ്ട്രിക്ട് ബേസിലുള്ള ആൾക്കാർ പഞ്ചായത്ത് താലൂക്ക് അടിസ്ഥാനത്തിൽ, കോർപ്പറേഷൻ അടിസ്ഥാനത്തിൽ, അങ്ങനെ ആ രീതിയിൽ താഴോട്ട് താലൂക്ക്, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യാൻ പറ്റും. ഇതങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ആരെ കാണും, എങ്ങനെ കാണും എന്നുള്ള ഒരു ഇത് വരും. അപ്പം അത് വരാതെ ഓരോ തട്ടിലും ഓരോ നേതാക്കളെ കണ്ടെത്തുക, ഒരു ലീഡറിനെ കണ്ടെത്തുക. ഇപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരാൾ, താലൂക്ക് അടിസ്ഥാനത്തിൽ അതിന് മുകളിൽ വരുന്ന ഒരാൾ, അതിന് മുകളിൽ ഒരാൾ, അപ്പം എല്ലാവരും ഓരോ താഴെ ബൈ ടു ബൈ സ്റ്റെപ്പ് ടു സ്റ്റെപ്പിലേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ആളിനെ, ഇപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാളിന് താഴോട്ടുള്ള ആൾക്കാരെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ വർക്ക് സ്പീഡാവും, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ശ്രമം നടത്തിയാൽ നന്നായിരിക്കും. എനിക്കൊന്ന് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതുപോലെ നമുക്ക് ഈ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 5 രീതിയിലുള്ള വരുമാനമാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് എന്ന് പറയുന്നത് പ്രോജക്റ്റിൻ്റെ ലാഭവിഹിതം. നമ്മൾ ഈ 10 പ്രോജക്റ്റ് വരുമ്പം ആ പ്രോജക്റ്റിൻ്റെ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാളിനെ ചേർക്കുമ്പോഴുള്ള റെഫറൽ ഇൻകം ഉണ്ട്. അതുപോലെ ഓൺലൈൻ ഷോപ്പുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭകനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമുണ്ട്. അങ്ങനെ അത് മൂന്നാമത്തത്. 4, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളിന് അതിൻ്റെ ഒരു വരുമാനം വിഹിതം കിട്ടും. അതിലൊക്കെ ഉപരിയായിട്ട് ഈ ടോക്കണിൻ്റെ മൂല്യം കൂടുന്നതനുസരിച്ച് ഓരോ ടോക്കണിനും കിട്ടുന്ന വർധനവ്. അപ്പോൾ അങ്ങനെ 5 രീതിയിലുള്ള വരുമാനമാണ് നമുക്ക് കിട്ടുന്നത്. ഈ 5 എണ്ണത്തിലും പ്രവർത്തിക്കുന്ന ഒരാളിന് 5 രീതിയിലും കിട്ടും. ഇപ്പം ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഷോപ്പുമായിട്ട്, അല്ലെങ്കിൽ അവരെ നമ്മൾ ഇതിൽ കൊണ്ടുവന്നാൽ ഒരു വിഹിതം കിട്ടും. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആരെങ്കിലും ഇതിൽ കൊണ്ടുവരുന്ന ആളിന് ഇതിൻ്റെ ഒരു നല്ലൊരു ശതമാനം കിട്ടും. റെഫറൽ ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ പ്രോജക്റ്റിന് ലാഭം കിട്ടുന്നുണ്ട്. അതിലൊക്കെ ഉപരി എന്ന് പറയുന്നത് നമ്മുടെ ടോക്കണിൻ്റെ മൂല്യം കൂടുമ്പോൾ കിട്ടുന്ന ആ ഒരു വർധനവ് എന്ന് പറയുന്നത് അത് വളരെ വലുതായിരിക്കും. അപ്പം ഇതെല്ലാം നമ്മൾ ഓരോന്നോരോന്നോരോ നമ്മളിങ്ങനെ ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു 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 കമ്പനിയാണ് നമ്മുടെ GCD ടോക്കൺ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ടോക്കൺ നമ്മൾ വിൽക്കുന്നത് ആ വിൽക്കുന്നത് വരെയുള്ള ഇതുമായിട്ടുള്ള ബന്ധം നമ്മൾ തുടരുന്നത് വരെ നമുക്കിതിൻ്റെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആജീവനാന്തം നമ്മൾ ഈ ടോക്കണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്ന് വരെ നമുക്ക് ഈ വരുമാനം കിട്ടുകയും അതിനോടൊപ്പം തന്നെ തലമുറകൾക്ക് ശേഷം അദ്ദേഹം പിന്നെ വിട്ടുപോയാലും ആ വീടിന് മറ്റുള്ളവർക്കും അതിൻ്റെ ലാഭം അതിൻ്റെ വിഹിതം കിട്ടുന്ന ഒരു കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരിത്. അത് നമ്മൾ ഈ ടോക്കൺ ഇതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സമയം വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രമാത്രം നമ്മൾ സാമ്പത്തിക ഗുണമുണ്ടാക്കുന്ന ഈ പദ്ധതിയിൽ അംഗമായി സ്വന്തം കുടുംബത്തെ രക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. എൻ്റെ ഈ അഭിപ്രായങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.